ചേരുന്നു. ശരിക്കും പറഞ്ഞാൽ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് പത്തനംതിട്ട. നരേന്ദ്രമോദി തന്നെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനാദ്യം തെരഞ്ഞെടുത്ത മണ്ഡലം പത്തനംതിട്ടയിൽ സാക്ഷാൽ തോമസ് ഐസക്കും സിറ്റിംഗ് MP അനിൽ ആന്റണിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വിജയം ആർക്ക് എന്ന് ഇപ്പോൾ പ്രവചനാതീതമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മത്സരം ചൂടുപിടിക്കുന്നു. മീനച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് പത്തനംതിട്ടയിൽ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പത്തനംതിട്ടയിൽ നിന്നും വെൽക്കം. അതിഥികളായി നമുക്കൊപ്പം UDF നിന്നും ശ്രീ പഴകുളം മധു, NDAയിൽ നിന്നും ബിജു മാത്യു, LDF നിന്നും അഡ്വക്കേറ്റ് K അനിൽകുമാർ അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ജോയിൻ ചെയ്യും. ആദ്യം ഞാൻ പഴകുളം മധുവിലേക്ക് പോകുന്നു. പഴകുളം മധു, ഇന്നിപ്പോൾ ഇന്ത്യ മഹാറാലി സമാപിച്ചു. ഇന്ത്യ മഹാറാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു മാച്ച് ഫിക്സിങ്ങിനുള്ള സാധ്യതയുണ്ട്. മാച്ച് ഫിക്സിങ്ങും അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: അതിലെ അമ്പയർമാരെ നിങ്ങൾ വശത്താക്കി കഴിഞ്ഞു, 2 പ്രധാനപ്പെട്ട കളിക്കാരെ നിങ്ങൾ ജയിലിനുള്ളിലാക്കി കഴിഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് മെഷീനും ഈ പറയുന്ന മാച്ച് ഫിക്സിങ്ങും ഇല്ലെങ്കിൽ 180 സീറ്റിൽ മാത്രമായിരിക്കും BJPയുടെ സ്ഥാനമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും നരേന്ദ്രമോദി പറയുന്നത് അത് കടന്നിരിക്കുന്നുവെന്നാണ്. ഇന്ന് തന്നെ പറയുന്നു 400-ലധികം നേടും നമ്മളെ ആത്മവിശ്വാസം. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ആത്മവിശ്വാസക്കുറവാണോ അതോ നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസത്തിൽ ഇളക്കം തട്ടി എന്നത് നിങ്ങളുടെ വിശ്വാസമാണോ? ഇതൊരു മാച്ച് ഫിക്സിംഗ് ആണെന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുക്കും, സംശയം വേണ്ട. 2019 ഇന്ത്യയിൽ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് BJP ഏറ്റവും ഉന്നത വിജയം നേടിയത്. ആ വിജയത്തിൽ നിന്നും 1 ഇഞ്ച് പോലും അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റുകളിലുമില്ല. കിട്ടാവുന്നതിന്റെ മാക്സിമം നേടിക്കഴിഞ്ഞു. ഇത്തവണ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ 180 സീറ്റുകളിൽ ഒരെണ്ണം പോലും അധികം അവർക്ക് ലഭിക്കില്ല. അവിടെയാണ് മാച്ച് ഫിക്സിംഗ്. ഒന്നുകിൽ ക്രിക്കറ്റ് കളി പോലെ കളിക്കാരെ കയ്യിലെടുക്കുക, അമ്പയർമാരെ കയ്യിലെടുക്കുക. ഇവിടെ അമ്പയർമാർ 2 പേരും അവർക്കൊപ്പമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ED, CBI മുഴുവൻ അവർക്കൊപ്പമായി. അതുപോലെ കളിക്കളത്തിൽ പടച്ചട്ടയടി നിൽക്കുന്ന 2 മുഖ്യമന്ത്രിമാരെ ജയിലിനുള്ളിലാക്കി. ലോകത്തൊരിടത്തും ഇതുപോലെ ജനാധിപത്യ ധ്വംസനം നടന്നിട്ടില്ല. BJPയുടെ 400 എന്ന് മോദി പറയുന്നത് വെറും വീൺവാക്കാണ്, വെറും അഭിനയമാണ്. ബിജു മാത്യു, പ്രതിപക്ഷ വേട്ട എന്നാണ് ഇന്ന് ഇന്ത്യ മഹാറാലിയിൽ പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞിരിക്കുന്നത്. ആ പ്രതിപക്ഷ വേട്ടയ്ക്കെതിരെ ഒരുമിക്കണം. അരവിന്ദ് കെജ്രിവാൾ ഒരൊറ്റയാൾ മാത്രമല്ല, നിങ്ങൾ കോൺഗ്രസിനെ പൂട്ടാൻ ശ്രമിക്കുന്നത് അതിൻ്റെ മണി സപ്ലൈ തടഞ്ഞുകൊണ്ടാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണായുധം എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രാണവായുവാണ്. നിങ്ങൾ ഇന്ന് ആ കോൺഗ്രസിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയാണോ നിങ്ങൾ കോൺഗ്രസ് മുക്ത ഭാരതത്തെ സൃഷ്ടിക്കേണ്ടത്? ബിജു മാത്യു, 3400-ലധികം കോടിയുടെ നികുതി പണം കുടിശ്ശികയുണ്ട് എന്നാണ് ഇപ്പോൾ നോട്ടീസ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സെർവ് ചെയ്യേണ്ടതാണോ ഈ നോട്ടീസ് എന്നതാണ് ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറ്റകരമാണെന്നുള്ളത് കൊണ്ടാണല്ലോ ഇത്തരം നോട്ടീസുകളും കാര്യങ്ങളും ഒക്കെ ലഭിച്ച് അതിന് തക്കതായിട്ടുള്ള മറുപടി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 180-ൽ നിങ്ങൾ ഒതുങ്ങുമെന്നുള്ള ഭയം കൊണ്ടാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. 180-ൽ ഒതുങ്ങുമെന്നുള്ള ഭയം NDA സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു 400-ൽ അധികം എന്നുള്ള ആ ഇതിലാണ് നിൽക്കുന്നത്. അതിന് യാതൊരു മാറ്റവുമില്ല. പ്രത്യേകിച്ച് പത്തനംതിട്ടയെ കുറിച്ച് പറയുമ്പം ബഹുമാന്യനായ പഴകുളം മധു പറഞ്ഞതുപോലെ പഴകുളം മധുവിനറിയാം ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച്. അനിൽ K ആന്റണി, നിങ്ങൾ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്നയാൾ. അനിൽ K ആന്റണിയെ കടത്തിക്കൊണ്ടുവന്നില്ലെങ്കിലും AK ആന്റണിയുടെ മകന് ശരിയുടെ പക്ഷം മനസ്സിലായതുകൊണ്ട് മാത്രമാണ് NDAയിലേക്ക് വന്നത്, അല്ലെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നത്. അല്ലാതെ കടത്തിക്കൊണ്ടുവന്നല്ല, അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടും ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. പക്ഷെ അനിൽ ആന്റണി വന്നു. അനിൽ ആന്റണിയോടൊപ്പം ഒരാളെങ്കിലും വരുമോ തിരിച്ചിങ്ങോട്ട്? അനിൽ ആന്റണിയോടൊപ്പം ഒരാൾ വരുമോ എന്നുള്ളത് 26 കഴിയുമ്പോൾ പറയാം. ആണോ? 26 കഴിയുമ്പോൾ അനിൽ K ആന്റണി എന്ന് പറഞ്ഞ NDAയുടെ സ്ഥാനാർത്ഥി വലിയൊരു ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ UDFന്റെ സ്ഥാനാർത്ഥി വേണ്ട എന്ന് പറഞ്ഞ് UDFന്റെ DCC ഓഫീസിലും LDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പൊതുജനത്തിനെല്ലാം അറിയാം. ഈ ഒരു 15 വർഷക്കാലമായി ആന്റണി ഈ പത്തനംതിട്ടയെ പ്രതിനിധീകരിക്കും. അതായത് പത്തനംതിട്ടയിൽ നിന്ന് അനിൽ ആന്റണിക്ക് വിജയസാധ്യത ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? 100% വിജയസാധ്യത. പക്ഷെ നിങ്ങൾ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന പത്തനംതിട്ടയിലെ വോട്ടർമാരിൽ 46% ക്രിസ്ത്യാനികളാണ്.
ഈ ക്രൈസ്തവരെ ഇവിടെ ജാതിയുടെ രീതിയിലാണോ വോട്ട് ചോദിക്കാൻ എല്ലാവരും പോകുന്നത്? അല്ല, നിങ്ങൾ അങ്ങനെയാണോ സാർ ഇതുവരെ അല്ല, വോട്ട് ചോദിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ക്രൈസ്തവ വിശ്വാസികളുണ്ട്. ഇന്ന് ഈസ്റ്റർ ദിനമാണ്. അവർ നിങ്ങളോട് ചോദിക്കും, മണിപ്പൂരിൽ എന്തുകൊണ്ട് മോദി വന്നില്ല? ഇനി ഇപ്പോൾ ഒരു 2 മിനിറ്റ് അവതാരകൻ എന്ന നിലയ്ക്ക് സാർ ഒന്ന് ശ്രദ്ധിക്കണം. സാർ എല്ലായിടത്തും മണിപ്പൂർ വിഷയം വളരെ വ്യക്തമാണ്. ഞാനല്ല, ഇത് കേരളം സംസാരിക്കുന്ന വിഷയമാണ്. ചർച്ചയെ കുറിച്ച് മണിപ്പൂരിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണ പറയേണ്ട ഉത്തരവാദിത്വം മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കും കഴിഞ്ഞ പ്രാവശ്യം ആറന്മുളയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കും ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്കും മണിപ്പൂരിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. മണിപ്പൂരിനെ കുറിച്ച് സാറിനോട് പറയുമ്പോൾ മണിപ്പൂരിലെ ഈ വിഷയം എന്നാ സാറേ ആരംഭിച്ചത്? 1992 ആരംഭിച്ചു. 1992 ഇന്ത്യ മഹാരാജ്യം ഭരിച്ചത് ആരാ സാറേ? പറ സാറേ. അല്ല, 92 ആരംഭിച്ചത് ആരൊക്കെ തമ്മിലാ ഒന്ന് പറയൂ. അന്ന് സംഭവിച്ചത് നാഗയും കുക്കിയും തമ്മിൽ. ഇപ്പൊ സംഭവിച്ചത് ആരൊക്കെ തമ്മിലാ? നാഗയും കുക്കിയും. നാഗയൊന്നും സാറേ, മെയ്തിയും കുക്കിയും. അപ്പൊ നാഗ എവിടെ പോയി? അല്ല, ഞാൻ അല്ല, താങ്കൾ അതിനെ കുറിച്ച് പഠിച്ചതിനോട് ചോദിക്കാൻ വന്നതുകൊണ്ട് കാര്യങ്ങൾ വിശദമായി തന്നെ പറയൂ. വസ്തുതയുടെ അടിസ്ഥാനത്തിൽ മെയ്ത്തികളും കുക്കികളും തമ്മിൽ ഏറ്റുമുട്ടിയത് എപ്പോൾ മുതലാണ്? മെയ്ത്തികൾക്ക് ആരുടെ പിന്തുണയുണ്ട്? ഇത് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. 1992 ഇന്ത്യ മഹാരാജ്യം. അപ്പം മെയ്ത്തി ഇല്ല സാറേ, ഇതും അതും തമ്മിൽ വ്യത്യാസമാണ്. അതും ഇതും എന്ന് പറയുന്നത് 2 ജാതികളല്ലേ സാറേ? അല്ലല്ലോ, രണ്ടും 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പിന്തുണയാണ്. അന്ന് കുക്കികൾക്ക് ആര് പിന്തുണ കൊടുത്തു? നാഗയ്ക്ക് ആര് പിന്തുണ കൊടുത്തു? മെയ്ത്തിക്ക് ഇപ്പോൾ ആര് പിന്തുണ കൊടുക്കുന്നു? അതാണ് സാറേ രാഷ്ട്രീയ വിഷയം. സാറേ, പറഞ്ഞു കുഴപ്പത്തിലാവരുത്. ആ വിഷയത്തിൽ നിങ്ങൾ ഡിഫൻസിലാണെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. മോദി സർക്കാർ മണിപ്പൂർ സന്ദർശിക്കാതെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. അതിന് താങ്കൾക്ക് എന്താണ് മറുപടി? സാറേ, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിയിട്ട് അടുത്തതിലേക്ക് സാർ വരിക. പറഞ്ഞോളൂ സാറേ. ഞാൻ പറയുന്നത് മണിപ്പൂരിലെ വിഷയം കുറച്ച് ക്രൈസ്തവരെ എല്ലാം നിങ്ങളുടെ വെട്ടിലാക്കുവാൻ വേണ്ടി ആരുടെ കയ്യിൽ നിന്നൊക്കെ ആചാരം വാങ്ങിട്ട് എന്തു പറഞ്ഞാലും മണിപ്പൂർ എന്ന് പറയുമ്പോൾ മണിപ്പൂരിനോട് ചേർന്നുള്ള ക്രൈസ്തവർക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഓരോ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങളാണെന്നുള്ള ബോധ്യം സാറിന് ആദ്യം ഉണ്ടാകണം. അതാണ് ആശങ്ക. എന്താ ആശങ്ക? അവിടെ പള്ളികൾ കത്തുമ്പോ ഭരണ സംവിധാനം നോക്കുകുത്തിയാവുന്നു. എന്താ ആശങ്കയാ സാറേ ഉള്ളത്? എത്ര പള്ളികൾ കത്തി സാർ? രണ്ടാമതായി സാറേ, 1993-92 ആ പ്രക്ഷോഭം തീരുന്നത്. പിന്നെ 1997 സാറേ. എത്ര പള്ളികൾ തകർക്കപ്പെട്ടു? സാറേ, ഒരു ക്രൈസ്തവനും തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ അത് പള്ളികളല്ലാതെ അമ്പലങ്ങളാണോ സാറേ? ക്രൈസ്തവനുമാണോ ഏറ്റുമുട്ടിയത്? കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മെയ്ത്തികൾ ക്രൈസ്തവരാണെന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? ഞാനാണ് സാറേ പറഞ്ഞത്. അവിടെ 47% ക്രൈസ്തവരുള്ള ഒരു സംസ്ഥാനമാണ് സാറേ മണിപ്പൂർ. ആ മണിപ്പൂരിലെ സംസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ 2 വിഭാഗങ്ങളിലുള്ള ക്രൈസ്തവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് 47% എന്ന് പറഞ്ഞാൽ അത് ന്യൂനപക്ഷമാണ്. 50-ന് മുകളിൽ വരണം ഭൂരിപക്ഷമാവണമെങ്കിൽ. ഞാൻ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ മണിപ്പൂരിൽ നിന്ന് സാറ് ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് സാർ തന്നെ വെല്ലുവിളിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത്. മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോകാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ചർച്ചാ വിഷയമാകുമോ എന്നതാണ് സ്ട്രെയിറ്റ് ചോദ്യം. മണിപ്പൂർ വിഷയം മണിപ്പൂരിന്റെ തൊട്ടടുത്ത സംസ്ഥാനമായ ഒരു സംസ്ഥാനങ്ങളിലും വിഷയമാകാത്തടത്തോളം കാലം പത്തനംതിട്ടയിൽ ഇതൊരു വിഷയമേ അല്ല സാറേ. പത്തനംതിട്ടയിൽ നടക്കുന്ന ഇലക്ഷൻ എന്താണെന്ന് സാറിന് അറിയുമോ? പത്തനംതിട്ടയിൽ ഏതെങ്കിലും കാരണവശാൽ UDF-കാരൻ ജയിച്ചാൽ അവൻ 5 വർഷത്തേക്കുള്ള ശമ്പളവും TA-യും കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടി മാത്രം പത്തനംതിട്ടയിൽ നിന്ന് ഒരാളെ പറഞ്ഞു വിടേണ്ട അവസ്ഥയാ. ആന്റോ ആന്റണി ഉദ്ദേശമാണോ? അതെ, UDF എന്ന് പറഞ്ഞ ആന്റോ ആന്റണി. അത് പറയട്ടെ. നോക്കൂ അഡ്വക്കേറ്റ് അനിൽകുമാർ, താങ്കൾ വരുന്നതിന് മുമ്പ് എന്റെ ചോദ്യം ഇതായിരുന്നു. പത്തനംതിട്ടയിൽ ഈ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി വിജയിക്കാൻ സാധ്യതയുള്ളത് NDA സ്ഥാനാർത്ഥി പറയുന്നു. പഴകുളം മധുവിന്റെ അഭിപ്രായത്തിൽ ഇത് ഇന്ത്യ മുന്നണി ഈ മാച്ച് ഫിക്സിങ്ങിനെതിരായി നടത്തുന്ന ഒരു പോരാട്ടമാണ് എന്നാണ്. ആ മാച്ച് ഫിക്സിങ്ങിനെതിരായ പോരാട്ടത്തിൽ പത്തനംതിട്ടയിൽ പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തന്നെ അടികൂടുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. അത് സത്യമാണോ എന്നുള്ളത് ആദ്യം അറിയണം. അതായത് നിലവിൽ തോമസ് ഐസക്കിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് പാർട്ടിക്കുള്ളിലാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും നന്നായി പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ വോട്ടിൽ ഒരു മണ്ഡലം നഷ്ടപ്പെട്ടതിൽ പാലക്കാട് കഴിഞ്ഞാൽ പത്തനംതിട്ടയാണ്. അതെ. അതിനുശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് എം കടന്നു വന്നത്. ഇന്ന് കോട്ടയം നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലെയും MLA-മാർ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7-7 വിജയിക്കാനായി. ഇതിനർത്ഥം എന്താണ്? ഈ പത്തനംതിട്ട ജില്ലയുടെ പത്തനംതിട്ട മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഒരു താരതമ്യവുമില്ല. അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടെ പറയാം, മുന്നണി ബലാബലത്തിന്റെ ശാക്തിക ബലാബലത്തിന്റെ മേൽക്കൈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കേരളമെന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരായി വോട്ട് ചെയ്യണം. അങ്ങനെ ഒരിക്കൽ BJP-ക്കെതിരായി വോട്ട് ചെയ്തു.
ഞാനിപ്പോൾ ഇവിടെ മണിപ്പൂരിനെ കുറിച്ച് ഓർക്കുമ്പോൾ 2004 കേരളം വോട്ട് ചെയ്തത് ഗുജറാത്ത് വംശഹത്യയുടെ കാലത്താണ്. ഇതേപോലെ ഗുജറാത്തിൽ ഭീകരമായ നിലയ്ക്ക് ന്യൂനപക്ഷ വേട്ട നടന്നപ്പോൾ രാജധർമ്മം പാലിക്കണമെന്ന് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ നരേന്ദ്രമോദി അനങ്ങിയില്ല. നീണ്ടുനിന്ന കലാപങ്ങളുടെ നടുവിൽ നീറുനിന്ന ഇന്ത്യ രാജ്യത്തെ മനുഷ്യർ എങ്ങനെയെങ്കിലും ഈ BJP സർക്കാരിനെ അധികാരത്തിൽ നിന്ന് ഇറക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ 2004 കേരളം വോട്ട് ചെയ്തു. കേരളത്തിന്റെ 2004 വോട്ട് 18 എണ്ണം LDF-നായിരുന്നു. ഒരു കോൺഗ്രസ്സുകാരന് പോലും കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയില്ല. പക്ഷെ 2004 കേരളത്തിലെ ജനവിധി ഇന്ത്യ രാജ്യത്തെ പരാജയപ്പെടുത്തിയില്ല. പകരം ഒരു UPA സർക്കാർ ഉണ്ടായി. പക്ഷെ അന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഇത്ര ശക്തമായിരുന്നില്ല. അവിടെ അരുണിനാണ് തെറ്റിയത്. സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരവും ഇല്ല. നിങ്ങൾ തന്നെ നടത്തിയ, ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയ എല്ലാ സർവേകളും തെളിയിക്കുന്ന എന്താണ്? കേരള സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല. എന്നാൽ കേരള സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ ഇവർ രണ്ടുപേരോട് കൂടി ഒരു കൂട്ടുകച്ചവടം നടത്തി. ആ കൂട്ടുകച്ചവടം ഞങ്ങൾ പൊളിച്ചു. കേരളത്തെ തകർക്കാൻ, സാമ്പത്തികമായി തകർക്കാൻ, ഫെഡറലിസത്തെ തകർക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുകയും ആ നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ശ്രമങ്ങളെയും ശ്രീമാൻ ആന്റണി ഉൾപ്പെടെയുള്ള UDF MP-മാർ ഡൽഹിയിൽ പോയി പിന്തുണയ്ക്കുകയും അതിന്റെ ഭാഗമായി കേരളത്തിന് സമ്പത്ത് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ലഭിക്കേണ്ടത് നിഷേധിക്കപ്പെടുകയും ചെയ്തു. ആന്റണി പിന്തുണച്ചു എന്ന് പറയുന്നത് അങ്ങ് ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അനിൽകുമാർ? ആന്റണി എന്നോട് പറഞ്ഞത് നമ്മൾ പലതവണ ഈ മണ്ഡലത്തിന് വേണ്ടി തന്നെ പോയി പരിശ്രമിച്ചിട്ടുണ്ട്, പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ TN പ്രതാപന്റെ അടിയന്തര പ്രമേയം താങ്കൾ കണ്ടതല്ലേ? TN പ്രതാപന്റെ അടിയന്തര പ്രമേയം പാർലമെന്റിൽ വന്നില്ല. ഒരു നോട്ടീസ് കൊടുത്ത മാത്രമേ ഉള്ളൂ. ഒരു പാർലമെന്റിലും വന്നില്ല. ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയാം. ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു. പ്രസാദ് എന്ന കർഷകൻ ആത്മഹത്യ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട UDF MP-മാരുടെ നിലപാട് എന്തായിരുന്നു? കേരളത്തിന് 1 രൂപ പോലും കിട്ടാനില്ല. ഞാൻ ബഹുമാനപ്പെട്ട VD സതീശന്റെ പ്രസ്താവന ഞങ്ങളുടെ മുന്നിൽ വെക്കാം. പ്രസാദിന്റെ ആത്മഹത്യയെ തുടർന്ന് അവിടുത്തെ കർഷക സംഘടനയായ BJP-യുടെ കൂടെ നേതാവാണ് VD സതീശൻ പറയുന്നു, കേരളത്തിന് 1 വെള്ളി രൂപ അവിടുന്ന് കിട്ടാനില്ല, പണം കിട്ടാനുള്ളത് കള്ളം. ഇപ്പൊ എന്താ തെളിഞ്ഞത്? 850 കൊടുത്തു. ഈസ്റ്റർ ദിനമാണ്. ഞാൻ ബൈബിൾ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരായ വികാരമുണ്ടാക്കാൻ ഈ 2 കൂട്ടം നടത്തിയ പരിശ്രമത്തെ സ്വതന്ത്രമാക്കിയത് എങ്ങനെയാണ്? ഇതേവരെ കിട്ടാനില്ലാതിരുന്നു എന്ന് പറയുന്ന കേരളത്തിൽ 2019 മുതലുള്ള കുടിശ്ശിക 852 കോടി രൂപ പിടിച്ചു വാങ്ങിയെന്ന് മാത്രമല്ല, 750 കിട്ടാനുണ്ടെന്ന് മാത്രമല്ല, ഈ കൊല്ലം നെല്ലെടുത്ത് കൊടുത്താൽ 1000 കോടി തരാനുണ്ട്. നോക്കൂ പഴകുളം മധു, സത്യം സ്വതന്ത്രമാക്കുമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ആരെയാണ് സ്വതന്ത്രനാക്കുക എന്നതാണ് ചോദ്യം. അതായത് പ്രധാനപ്പെട്ട ആക്ഷേപം ആദ്യ റൗണ്ടിൽ അനിൽകുമാർ ഉന്നയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളും BJP-യും ചേർന്നൊരു കൂട്ടുകച്ചവടമുണ്ടെന്നും അത് പത്തനംതിട്ട മനസ്സിലാക്കുമെന്നും കേരളത്തിനു വേണ്ടി ശബ്ദിക്കാൻ 2004 ആവർത്തിക്കുമെന്നുമാണ് മറുപടി. സത്യം സ്വതന്ത്രമാക്കേണ്ട അനിൽകുമാർ ആദ്യം പറയേണ്ടത് താങ്കൾ ചോദിച്ച ചോദ്യം ഉത്തരവാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ 2 സീനിയർ നേതാക്കന്മാർ തമ്മിലടിച്ചതിന് മറുപടി പറയണ്ടില്ല, ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല, പ്രശ്നമല്ല. ഇവിടെ അനിൽകുമാർ പറയുന്നത് ഇന്നെങ്കിലും മറുപടി ഒറ്റ വാചകത്തിൽ പറയില്ല, ഒറ്റ വാക്കേ ഉള്ളൂ. ഈ സമരാജ്ഞ നടത്തിയപ്പോ സതീശനും VD സതീശനും സുധാകരനും പെരുമാറിയ പോലെ ഒരു സംഭവവും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിട്ടില്ല. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിട്ടില്ല. അല്ല, ഒരു സംഭവവും. അപ്പൊ അടി നടന്ന് അതിന്റെ അളവിലെ വ്യത്യാസം അത് തന്നെ പറഞ്ഞത്. കാര്യങ്ങൾ മനസ്സിലായി. മാത്രമല്ല നമ്മളുടെ വാസ്തവം വിശദീകരിക്കുകയും ചെയ്തു. പറഞ്ഞോളൂ. എന്റെ പോയിന്റ് വ്യക്തമാക്കാൻ സമയം പറഞ്ഞോളൂ. അപ്പൊ അടി നടന്നുവെന്നും അതിന്റെ ഇതാണ് ഈ വേവ് ലെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഏറ്റക്കുറിച്ചിൽ മാത്രമേ തർക്കമുള്ളൂ. എന്തോ ആയിക്കോട്ടെ. ഇടപെടുകയാണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, അവിടെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. സമരാജ്ഞ നടന്നപ്പോൾ VD സതീശനും അതുപോലെ തന്നെ സുധാകരനും തമ്മിലുള്ള വാർത്ത പറഞ്ഞ കാര്യം, അത്തരമൊരു കാര്യം പത്തനംതിട്ട CPM ഓഫീസിൽ നടന്നിട്ടില്ല. മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതേ നടക്കാതുള്ളൂ, ബാക്കി നടന്നിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ പോരെ. അങ്ങനെ ഒന്നുമേ നടന്നിട്ടില്ല. സമരാജ്ഞി പോലെയുള്ളത് നടന്നിട്ടില്ല. അത് ചർച്ച ചെയ്യേണ്ട. കമ്മിറ്റി ഓഫീസിൽ രാഷ്ട്രീയ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇനി അടി നടക്കാം, നമുക്ക് അന്നേരം കാണാം, നേരിട്ട് കാണാം. പോട്ടെ, രാഷ്ട്രീയപരമായി ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇന്ത്യയെ മോചിപ്പിക്കാൻ, രക്ഷപ്പെടുത്താനുള്ള ഇലക്ഷനാണ്. ഇന്ന് ഡൽഹിയിൽ മഹാറാലി നടന്നു. ഇവരുടെ നേതാവും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒപ്പം അതിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ ഇവരെല്ലാം കുറച്ചുകൂടി വിവേകം കാണിക്കണം. നമ്മുടെ മുഖ്യ ശത്രു വർഗീയതയാണ്, അതിനേർക്കാൻ കഴിയണം. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ അവർക്ക് ആ നിലപാടില്ല. 2004 ഒന്നാമത്തെ UPA ഗവൺമെന്റ് കാലത്ത് നല്ല ഭരണം നടത്തി മുൻപോട്ട് പോവുകയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ആണവ കരാർ ഉണ്ടായതിന്റെ പേരിൽ ഭൂരിപക്ഷം
നഷ്ടപ്പെടുമെന്ന ഉറപ്പോടുകൂടി വിട്ടച്ചു പോയവരാണ്. അതൊരു രാഷ്ട്രീയ നയമാണ്, അതൊരു രാഷ്ട്രീയ നയമാണ്. ആയിക്കോട്ടെ. അപ്പൊ ആ പാർട്ടിക്ക് കേരളത്തിൽ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യവുമില്ല. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം തന്നെ അവർ കഴിഞ്ഞ തവണ ചെറിയ വോട്ടാണ് തോറ്റെന്ന് പറയും. ഇത്തവണ വലിയ വോട്ടിന് തൂക്കും, ഒരു സംശയം. അത് അവർക്ക് പോലും ഇല്ല. ഇവരുടെ സ്ഥാനാർത്ഥി പോലും ഇവിടെ സ്വീകാര്യനല്ല. തോമസ് ഐസക് എന്ന സ്ഥാനാർത്ഥിക്കെതിരെ ഇവർ പാർട്ടിക്കകത്ത് ഒരു വലിയ നേതാവ് സ്ഥാനാർത്ഥി അവർ ആഗ്രഹിച്ചിരുന്നു. അതാണ് തർക്കത്തിലേക്ക് കൊണ്ടുപോയത്. തോമസ് ഐസക് മൈഗ്രേഷൻ കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു പരിപാടി തിരുവല്ലയിൽ നടത്തി. അതിന്റെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് CPM-നകത്ത് വലിയ തർക്കം നടക്കുകയാണ്. അപ്പൊ CPM-ൽ ഒരു കാലത്തും ഉണ്ടാകാത്ത ആഭ്യന്തര സംഘർഷമാണ് ഈ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദിച്ചോട്ടെ തോമസ് ഐസക്കിനെ കുറിച്ചാണ്. തോമസ് ഐസക് സ്വീകാര്യനല്ല എന്ന് പറയുമ്പോൾ കേരളം കണ്ട ഏറ്റവും മികച്ച ധനകാര്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട തോമസ് ഐസക് ഈ മണ്ഡലത്തിൽ വിജ്ഞാൻ പത്തനംതിട്ട പോലെയുള്ള വളരെ ഇന്നോവേറ്റീവായ സ്കീമുകൾ അവതരിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ഇഡിക്കെതിരെ 7ാമത്തെ സമൻസിലും പ്രതിരോധിച്ചു നിൽക്കുന്ന തോമസ് ഐസക്കിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വമല്ലേ പഴകുളം മധു? നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും സാധാരണക്കാരായ പാവങ്ങൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ കഴിയാതെ, പെൻഷൻ കൊടുക്കാൻ കഴിയാതെ 55 ലക്ഷം പേർ സാമൂഹ്യ പെൻഷൻ കിട്ടാതെ വലയുന്നത് ഈ ഒറ്റ മനുഷ്യൻ കാരണമാണ്. ഈ മനുഷ്യനാണ് കേരളത്തെ ഈ കടക്കണിയിലാക്കിയത്. കിഫ്ബി പോലെയുള്ള തട്ടിപ്പ് കമ്പനികൾ കൊണ്ടുവന്ന് ഈ കേരളത്തിന്റെ ഖജനാവിനെ ശൂന്യമാക്കി കടം വാരിക്കൂട്ടി ഓടി രക്ഷപ്പെട്ട ആളാണ്. സ്വന്തം വേരുകളില്ലാത്ത ഒരു നേതാവാണ് ശ്രീ തോമസ് ഐസക്. അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് ചെയ്ത ക്രൂരതകൾക്ക് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ കണക്കെണ്ണി ചോദിക്കാൻ ഒരു കാര്യം കൂടി ബിജെപിയുടെ ഒരു നേതാവ് ഇവിടെ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അവരുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ്. ഞാൻ പറയട്ടെ, കഴിഞ്ഞ തവണ ഈ പറയുന്ന BJP-യുടെ ഇപ്പോഴത്തെ പ്രതിനിധി CPM-ൽ നിന്നും BJP-യിൽ പോയി സ്ഥാനാർത്ഥിയായ ആളാണ്. മനസ്സിലായല്ലോ. ഇത്തവണ അവർക്ക് വേറെ ആളെ കിട്ടത്തേ ഉള്ളൂ. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് 2,80,000 വോട്ട് വാങ്ങിയ ഈ മണ്ഡലത്തിൽ 1ാം ഘട മണ്ഡലം അല്ലത്. BJP സുരേന്ദ്രൻ പേടിച്ച് ഓടിപ്പോയി. പക്ഷേ 2,97,000 ആണ് BJP-യുടെ കണക്ക് കെ സുരേന്ദ്രൻ അക്കൗണ്ടിൽ. എങ്കിൽ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ സുരേന്ദ്രനെ വയനാട്ടിൽ കൊണ്ട് വിടാതെ ഇവിടെ കൊണ്ട് മത്സരിപ്പിക്കുമായിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ വരും ബലിമൃഗമാണ്. എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ ഓടിപ്പോയത്? സുരേന്ദ്രൻ പത്തനംതിട്ട വന്നപ്പോഴും നിങ്ങൾ പറഞ്ഞു, പക്ഷേ 2,97,000 3,03,000 വോട്ടേ കുറവുള്ളൂ. അപ്പൊ BJP-യിലെ ചിന്തിക്കേണ്ടത് ആ 3,000 കൂടി ഏടിപ്പിടിക്കാൻ അവരല്ലേ ശ്രമിക്കേണ്ടത്. ഓടിപ്പോയി. അതല്ലേ നിങ്ങളുടെ നേതാവ് AK ആന്റണിയുടെ വീട്ടിൽ നിന്ന് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയത്? ആ വീട്ടിലെ സ്ഥാനാർത്ഥിയെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ശരി, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, ആ പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് വന്നു. ഒരു മറുപടി എനിക്ക് വേണം. അതിന് മുമ്പ് നമുക്ക് 2ാമത്തെ റൗണ്ടിലേക്ക് മറുപടി വരാം. കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യം തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ടും കിഫ്ബിയുമായി ബന്ധപ്പെട്ടും ഉന്നയിച്ചു. അനിൽകുമാർ മറുപടി പറയാം. അതിന് മുൻപ് ബിജു മാത്യു ദാ വരുന്നു. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയ 2,97,000 ഇത്തവണ പത്തനംതിട്ട മണ്ഡലത്തിൽ BJP ആവർത്തിക്കില്ല. എഴുതി ഒപ്പിട്ടിരിക്കുന്നു പഴകുളം മധു. വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുക. അനിൽ ആന്റണിയെ കൊണ്ടുവന്ന് നടത്തുന്ന നീക്കമൊന്നും ഫലം കാണില്ല. ബിജു മാത്യു, പകുതി പോലും കിട്ടില്ല, പകുതി വോട്ട് പോലും കിട്ടില്ല. കണ്ടോ? പഴകുളം മധുവിന്റെ ആ വിഷമം നമുക്ക് മനസ്സിലാവും. കാരണം പഴകുളം മധുവും ഒരു ഇലക്ഷനെയൊക്കെ കണ്ടക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ. ഈ 10-15 വർഷം കൊണ്ടേ ഒരേ സ്ഥാനാർത്ഥി ഇങ്ങനെ മത്സരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആ കരഞ്ഞു തീർക്കുക, പൊളിറ്റിക്കൽ ഫ്രസ്ട്രേഷൻ, കരഞ്ഞു തീർക്കുകയാണ്. പൊളിറ്റിക്കൽ ഫ്രസ്ട്രേഷൻ എന്നാണോ? അതെ, അത് തന്നെ. ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവർക്ക് ആന്റോ ആന്റണി വീണ്ടും പത്തനംതിട്ടയിൽ മത്സരിക്കരുതെന്നാണ് തന്റെ ഹൃദയം തൊട്ട് പറയേണ്ട ആവശ്യം. നാട്ടുകാർ ശരിയാണെന്ന് വിശ്വസിക്കും. അല്ല, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നത് CPM-കാരനായിരുന്ന ബിജു മാത്യു ഒരു തെരഞ്ഞെടുപ്പിൽ BJP അല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ CPM-കാരനായിരുന്നു ഈ ബിജു മാത്യു. അതിനോട് ചോദിച്ചു നോക്ക്, ഈ CPM-ൽ എത്രയോ പേര് BJP പോയിരിക്കുന്നു കേരളത്തിൽ. ഒരാളാണ് ഈ ബിജു. ബിജു തന്നെ പറയണം, ഇത് ബിജു തന്നെ പറയണം. ബിജുവിനെ പോലെ ആൾക്കാർക്കേ പറയൂ. ഓരോ സീസണിൽ പാർട്ടി മാറുന്ന എവരാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് വലിയ സന്തോഷമാണ്. ഒരു സംശയം വേണ്ട. ചരിത്രത്തിലെ സംശയം നിങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ പ്രത്യേക സീസണില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പാകുമ്പോ മാറും. പക്ഷേ CPM-ൽ നിന്ന് പല ഘട്ടങ്ങളിലെ മാറും. എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ പറയുന്നത് BJP-കാരനാണ് മറുപടി. BJP-യുടെ സ്ഥാനാർത്ഥിയാണല്ലോ പറഞ്ഞത്. സ്ഥാനാർത്ഥിയായ എനിക്ക് സന്തോഷമാണ്. താങ്കൾ എന്നെ സ്ഥാനാർത്ഥിയാക്കി എനിക്ക് സന്തോഷം. പ്രശ്നമില്ല. അതല്ല, ഇവിടെ അതല്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് സമ്പൂർണ്ണ ഐക്യം. ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയത്തേരിലേക്ക് കയറുകയാണ്. ഒരു സംശയം പറയുമ്പോ ഞാൻ 2016 ഇടതുപക്ഷത്തിനോട് ചേർന്ന് CPM-കാരനായിരുന്നു. 2000 പാർട്ടി മെമ്പറായിരുന്നു. 2017 ഞാൻ ഭാരതീയ ജനതാ പാർട്ടി ചേർന്നു. അതിനെന്താ ആക്ഷേപമല്ല ഉണ്ടോ?
എന്താ ആക്ഷേപമുള്ളത്? അനിൽ സമ്മതിച്ചാൽ മതി. ഞാനൊന്ന് പറയട്ടെ. അനിലല്ല എനിക്ക് വേണ്ടിയിട്ട് തീർന്നത് അനിലല്ല. ഞാൻ 2016 വരെ CPM കാരനായിരുന്നു. 2016 ഭാരതീയ ജനതാ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തെന്ന് പറഞ്ഞാൽ എന്തിനാണ് പഴകുളം മധു ഇത്ര വിഷമിക്കുന്നത്? പഴകുളം മധുവിന്റെ വിഷമം ഞാൻ പറയാം വളരെ വ്യക്തമായിട്ട്. പഴകുളം മധു ഉൾപ്പെടെയുള്ള DCC ഓഫീസിൽ അറിയാതെ കാലുകൊണ്ട് കതക് തൊഴിച്ച മുൻ DCC പ്രസിഡന്റ് തൊട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവര് ആ സീറ്റിൽ മോഹിച്ചിരുന്നു. അതെ, അതിലും വലിയ സീറ്റ് മോഹി ആരാണെന്ന് ചോദിച്ചാൽ എന്റെ ഇടതുപക്ഷം നിൽക്കുന്ന ആളാ. അദ്ദേഹത്തിന് ഏറ്റവും വലിയ സീറ്റ് മോഹം. പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തനം വ്യക്തമായിട്ട് നമുക്കറിയാം. ഈ ചർച്ച നമ്മളൊരു ഒറ്റ ചോദ്യം. 2016 CPM-ന്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു താങ്കൾ. എന്ത് കണ്ടിട്ടാണ് BJP-യിലേക്ക് പോവുകയും ഇന്ന് BJP-ക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? അതെന്റെ വ്യക്തിപരമായ ആവശ്യങ്ങളാണ്. എന്താവശ്യം? വ്യക്തിപരമായ ആവശ്യത്തിന് പാർട്ടി മാറൂ? അല്ല, ഞാൻ എന്റെ വ്യക്തിപരമായ രാഷ്ട്രീയമായ പാർട്ടി മാറുന്നത് വ്യക്തിപരമായ ആവശ്യത്തിനാണെന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തിപരമായ കാര്യമുള്ളൂ. അതിലൊന്ന് പണം അല്ലെങ്കിൽ ഭയം. സാറേ, പണവും പറഞ്ഞോ സാറേ, സാറിനോട് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. സാറ് 24-ൽ നിന്ന് റിപ്പോർട്ടറിലേക്ക് പോയി, ശരിയല്ലേ? അതെ. അത് എന്തിനു വേണ്ടി പോയി? മികച്ച വർക്കിംഗ് അന്തരീക്ഷവും പിന്നെ മാത്രമല്ല നമ്മുടെ മുട്ടിലെ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി ഒന്നുമല്ല. ആ കേസ് നിങ്ങളുടെ കാലത്തും എല്ലാ കാലത്തും ഉണ്ട്, സജീവമായിട്ട് അവിടെ ഉണ്ട്. അത് നേരിട്ടു. ഇവിടെ കേരളത്തില്, ഇന്ത്യയില് രാഷ്ട്രീയം മാറുന്നത് സാറ് കാണുന്ന സാറിന്റെ ചിന്താഗതിയിലുള്ള പണം മാത്രം. ഞാനത് പറയട്ടെ സാറേ, സാർ ഉദ്ദേശിക്കുന്ന പണമല്ല സാറേ മോട്ടോ. അതിനേക്കാൾ വലിയ കാര്യങ്ങളിൽ ആകർഷനായിട്ടാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടി. അതിനേക്കാൾ വലിയ ആകർഷണമായത് അത് റിപ്പോർട്ടറിന്റെ ആളിനോട് പറയണമെന്ന് നിർബന്ധമില്ല. താങ്കൾ രാഷ്ട്രീയം പറയാനാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയമാ പറഞ്ഞത്. അറിയൂ, BJP-യിലേക്ക് താങ്കൾ പോയത് എന്ത് കണ്ടിട്ടാണ്? അത് പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ വിട്ടു. താങ്കൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത നാണക്കേടുണ്ടാകുന്ന കാര്യമാണെങ്കിൽ വിട്ടേക്ക് വെച്ചു. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടിയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് ചോദ്യം. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സുസ്ഥിരമായ വികസനത്തിൽ ആകർഷനായാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടി ചേർന്നത്. അതാണ് മറുപടി. അത് തനിക്ക് ഭയന്നൂടെ, പറഞ്ഞൂടെ ബിജു മാത്യുവിന്? അതിന് ഇത്ര ചുട്ടി വളയണോ? ഓക്കെ, അനിൽ നോക്കൂ, നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് പോയ ഒരു നേതാവാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, നമ്മളൊപ്പം സംവദിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുന്ന ഒഴുക്കിനെ ബിജു മാത്യുവിന്റെ സാന്നിധ്യം തന്നെ ഇവിടെ പ്രതിരോധിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. എൻ്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ കിഫ്ബിയും തോമസ് ഐസക്കും പ്രതിരോധത്തിലാക്കിയോ കേരളത്തിന്റെ സാമ്പത്തിക? കേരളത്തിലെ വലിയ ഏറ്റവും കൂടുതൽ ആളുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് CPM-ലേക്ക് വന്ന ജില്ലയെന്ന ചോദ്യത്തിന്റെ ഉത്തരം പത്തനംതിട്ടയാണ്. അത് ഡസൻ കണക്കിനല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾ ഞങ്ങളുടെ കൂടെ നിന്ന് അപ്പുറം പോയാൽ അവരെ ആരെ അവഹേളിക്കാനും ഞങ്ങളാരും ഇല്ല. പക്ഷേ ജനസമൂഹം ഇടതുപക്ഷത്തേക്ക് വന്നു എന്നാണ് ഞങ്ങൾ കണ്ടത്. അതിന്റെ തെളിവെന്താണ്? ബഹുമാനപ്പെട്ട ഈ ആന്റോ ആന്റണി ഈ പത്തനംതിട്ട കാലുകുത്തിയ പിന്നെ കോൺഗ്രസ് ഉമ്മം കുത്തിപ്പോയി. ഒരൊറ്റ MLA ഇവിടുന്ന് പിന്നെ UDF ജയിച്ചിട്ടില്ല. ഈ പത്തനംതിട്ട എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കോട്ട കൊത്തളമായി മാറിയത് ഇദ്ദേഹം MP ആയിട്ട് പോയതിനു ശേഷം വേറിട്ട് പോയി കോൺഗ്രസ്. ഇവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടുത്തെ മനുഷ്യരോടൊപ്പം നിന്ന് ഞങ്ങൾ നടത്തിയ വികസനം. ഇവിടെ തോമസ് ഐസക് ഇവിടെ മത്സരിക്കാൻ വന്ന ആളല്ല. പക്ഷെ ഇതിവിടെ ഒരു മലയോര പാത വരുന്നുണ്ട്. തോമസ് ഐസക് മത്സരിക്കാൻ ഉണ്ടാക്കിയതാണോ? ഞാൻ പറയുന്നു, മലയോര പാതയെ ഇവിടുത്തെ MP തള്ളി പറയുമോ? ഈ മലയോര പാത കിബി ഇല്ലായിരുന്നു നടക്കുക. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരദേശ പാതയ്ക്ക് വേണ്ടി 6650 കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൊടുത്തു. അതുകൊണ്ട് ദേശീയപാത വന്നു. ദേശീയപാതയ്ക്ക് സമാന്തരമായി തീരദേശപാത, മലയോര പാത. ഇത് കേരളം മുഴുവൻ തീരദേശപാതയും മലയോരപാതയും ഉണ്ടാക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന MP-യുടെ കഴിവാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൊലിക്കട്ടിക്ക് ഏതെങ്കിലും കാഴ്ചമംഗളവ് കൊണ്ട് കൊടുക്കണം എന്നല്ലാണ്ട് ഞാൻ എന്നാ വർത്താനം പറയാനാ? അതുകൊണ്ട് പറയുന്നത് ഒരു കേന്ദ്ര പദ്ധതിയില്ല. കിബി എന്ന് പറയുന്നത് പറയട്ടെ ദേശീയപാതയിൽ കിബി ഞാൻ പറയട്ടെ, ഞാനൊന്ന് വിശദീകരിക്കട്ടെ. ഇവിടെ രണ്ടാൾ പറഞ്ഞല്ലോ. ഒന്ന്, കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വാഗ്ദാനമാണ് മലയോര പാത, തീരദേശ പാത.
ഈ 2 പാതകളും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. സമ്പൂർണ്ണമായെന്ന് മാത്രമല്ല, അല്ലല്ലോ ഞാൻ പറയട്ടെ, ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, അത് പറയട്ടെ. സമ്മതിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെങ്കിൽ അറിയാൻ എളുപ്പമാർഗമുണ്ട്. നരേന്ദ്രമോദിയുടെ വകയാണെങ്കിൽ ഇന്ന് നമ്മൾ പാലിയക്കരയിലും പന്നിയങ്കരയിലും പോകണം. കാരണം അവിടെ ടോളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കേരളത്തിൽ നടത്തുന്ന ഒരു റോഡിലും ടോളില്ല. നിങ്ങൾക്ക് ടോളുണ്ടെങ്കിൽ ഇടതുപക്ഷ എനിക്കൊരൊറ്റ മിനിറ്റ്. താങ്കൾ നേരത്തെ പറഞ്ഞു നരേന്ദ്രമോദി ഒരു കാര്യം, നരേന്ദ്രമോദി സർക്കാരാണോ മലയോര പാതയും തീരദേശ പാതയും കൊണ്ടുവന്നത്? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യനാ. അതിനെന്താണ് സംശയം? നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് ഈ ഹൈവേകൾ മൊത്തം കൊണ്ടുവന്നത്. ശരി, എത്ര ഒറ്റ കാര്യം കൂടി, കിഫ്ബിയിൽ നിന്നാണ് എന്നാണ് LDF പറയുന്നത്. താങ്കൾ പറയുന്നത് സർക്കാരിന്റെ ഫണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണോ അത്? കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ് കൂടുതലും വിനിയോഗിച്ചിരിക്കുന്നത്. അതിന് യാതൊരു മാറ്റവും ഇല്ല. കൂടുതലോ? അനിൽകുമാർ, സ്ട്രെയിറ്റ് വസ്തുത, എത്ര ശതമാനമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം? ഒരു കാര്യം പറയാം. ഈ ഒരാൾ പറയുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് മന്ത്രിയാണ് അതിന് ഫണ്ട് കൊടുക്കുന്നത്? ഉപരിതല ഗതാഗത വകുപ്പ്. ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി. ദേശീയപാതയ്ക്ക് ഫണ്ട് കൊടുക്കൂ, സംസ്ഥാന പാതയ്ക്ക് ഫണ്ട് കൊടുക്കില്ല. ഇത് മലയോര പാതയും തീരദേശ പാതയും സംസ്ഥാന പാതയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുണ്ട്. സംസ്ഥാന പാതയ്ക്ക് കേന്ദ്ര ഫണ്ടോ? സംസ്ഥാന പാതയ്ക്ക് കേന്ദ്ര ഫണ്ടോ? ബഹുമാനപ്പെട്ട തോമസ് ഐസക്കിനെ ആക്രമിക്കാൻ ഇദ്ദേഹം പറഞ്ഞ വാദം എന്താണ്? ഐസക്ക് വന്നതോടുകൂടി കേരളത്തിന്റെ ഖജനാവ് തകർന്നു. തോമസ് ഐസക്ക് വരും മുമ്പ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച അക്കാലഘട്ടത്തിലെ ബഡ്ജറ്റിൽ ഒരു കൊല്ലം ലാസ്റ്റ് ബഡ്ജറ്റിൽ 86,000 കോടി രൂപയാണ് ബഡ്ജറ്റിന്റെ അലോക്കേഷൻ. കേരളത്തിന്റെ നിയമസഭയുടെ ബഡ്ജറ്റ്. തോമസ് ഐസക്ക് അവതരിപ്പിച്ച അവസാനത്തെ ബഡ്ജറ്റ് എത്രയാണെന്നറിയാമോ? 1,70,71,000 കോടി രൂപ. അതിനർത്ഥം എന്താണ്? 86,000 കോടി രൂപയിൽ നിന്നും 1,70,71,000 കോടിയിലേക്ക് ഇന്നിപ്പോ 1,86 ബാലഗോപാലിന്റെ ബഡ്ജറ്റ്. ബഡ്ജറ്റ് 1,00,000 കോടി രൂപ ഉയർന്നത് കേരളത്തെ തകർത്തത് കൊണ്ടാണോ? ചോദ്യം നമ്പർ 1. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അധികാരത്തിരിക്കുമ്പോ 600 രൂപ കടന്ന പെൻഷൻ 18 മാസം കുടിശ്ശിക. ഞാൻ പറയട്ടെ, LDF സർക്കാർ അവർ 28 ലക്ഷം പേർക്ക് കൊടുത്തു. ഞങ്ങൾ 62 ലക്ഷം പേർക്ക് കൊടുക്കുന്നു. 1,600 രൂപ വെച്ച് കേരളത്തെ തകർത്തോ ബഹുമാനപ്പെട്ട? അതുപോലെ പറയുന്നു, ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് സ്കൂൾ പൂട്ടി. ബഹുമാനപ്പെട്ട തോമസ് ഐസക് ധനകാര്യമന്ത്രിയായപ്പോഴോ സ്കൂളുകൾ ഉയർന്നു, ആശുപത്രികൾ ഉയർന്നു, ദേശീയപാത വന്നു, ജലപാത വന്നു, കൊച്ചി ജലമെട്രോ വന്നു. നിങ്ങൾ അതെ ജലമെട്രോ വന്നു. കൊച്ചി ജലമെട്രോ LDF. കേന്ദ്ര സർക്കാരിന്റെ പണമില്ല. കേന്ദ്ര സർക്കാരിന്റെ പറയാനുള്ളത് ബഹുമാനപ്പെട്ട അനിൽ സാർ പറഞ്ഞത് ദേശീയപാത വികസനത്തിന്റെ 6,000 കോടിയുടെ കഥയൊക്കെ പറഞ്ഞു. ഈ എല്ലാ കാര്യത്തിനും അത് ഞമ്മന്റെ ആണെന്ന് പറയുന്ന ആ പദ്ധതി അങ്ങ് നിർത്തിവെക്കുന്നത് നല്ലതാ. കാരണം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന സ്ഥലത്തിന്റെ 25% കൊടുക്കുക എന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതുപോലും ഇതുവരെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടില്ല. നിങ്ങൾ കേരള സംസ്ഥാനത്ത് മാത്രമാണ് 5,200 കോടി രൂപ കേന്ദ്രം ദേശീയപാത വികസനത്തിന് മാത്രം പ്രത്യേകത. കേരളത്തിലെ സ്ഥലത്തിന്റെ വാല്യൂ കൂടുതലുള്ളത് കൊണ്ടാണ് 25%-നകത്ത് ഈ എമൗണ്ട് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ശരി. പഴകുള മധു, വളരെ പെട്ടെന്ന് മറുപടി വേണം. അതിനു മുമ്പ് ഞാനൊന്ന് വോട്ടർമാരുടെ പ്രതികരണം എടുത്തിട്ട് വരാം. താങ്കൾ ആ ചോദ്യം മനസ്സിൽ വെച്ചോളൂ. ഇവിടെ ചേട്ടൻ ഉണ്ടായിരുന്നു, ചോദിച്ചു. ഇപ്പൊ എന്നെ ഇവരടിച്ചു. ഇവരോട് തന്നെ ഞാൻ എന്റെ അമ്മ പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ജോലി ചെയ്യുന്നത്. CID-ന്റെ നേതാവായിരുന്നു എന്റെ അമ്മ. അവർക്കറിയാം അശോകൻ ചേട്ടൻ ഞാൻ ആരാണെന്ന്. എന്നിട്ട് എന്നെ എന്തിനാണ് ഇവരെ അടിച്ചത്? ഞാനല്ല ഒരു ഗവൺമെന്റ്. സാറിന് അറിയാം. സാറേ, ഞാനല്ല ഒരു വെള്ളമടിച്ച ഒരു വ്യക്തിയല്ലേ വന്ന് പറഞ്ഞു സാർ ഇങ്ങനെയൊക്കെയാണ് സാറ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ചോദിച്ചു BJP-യുടെ അദ്ദേഹം എന്തിനാ വന്നേന്ന്. തന്തയ്ക്ക് പറഞ്ഞോണ്ടാ വന്നേ. അങ്ങനല്ല പറഞ്ഞേ. ഒരു നിമിഷം ഇവിടെ പ്രതികരണം ഉണ്ടോ എന്തെങ്കിലും? എന്താ വളരെ പെട്ടെന്ന് സാറേ പറഞ്ഞു കേന്ദ്ര പദ്ധതിയാണ്. എന്താ പിന്നെ മറിയച്ചാടത്ത് ചട്ടി കൊണ്ട് നടക്കണ്ടായല്ലോ സാറേ? കേന്ദ്രത്തിൽ നിന്ന് പൈസ വന്നില്ലേ? എങ്ങനെയാ കേരളത്തിൽ ഇത് കൊടുക്കുന്നത് സാറേ? ശരി 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 ശരി
ഇവിടെ ഈ ചർച്ച തുടങ്ങിയപ്പോ കോൺഗ്രസിന് കുറെ ക്രിക്കറ്റിന്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങി. ഇവിടെ ഫീൽഡ് നിൽക്കാനും ക്യാപ്റ്റന്മാർ പോലും ഇല്ല. 12 മുഖ്യമന്ത്രിമാർ, 100 MLA മാർ, 200-ലധികം MP മാർ, ഇതുൾപ്പെടെ ഇപ്പൊ BJP ഇല്ല. പിന്നെ ഇവരെങ്ങനെയാണ് BJP പ്രതിരോധിക്കുന്നത്? ഇവിടെ എന്തു പറഞ്ഞാലും ഇവിടെ ഉറപ്പാണ് തോമസ് ഐസക്. വികസനം വരണമെങ്കിൽ ഇവിടെ യുവജനങ്ങൾക്ക് BJP ഇവിടെ വലിയ വായിൽ വർത്താനം പറയുന്നല്ലോ. ഇപ്പൊ മൂന്നാല് ചർച്ചയിൽ ഞങ്ങൾ ചോദിക്കാം, ഈ പത്തനംതിട്ട ജില്ലയിൽ കൊടുത്ത 3-4 പേരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി കിട്ടിയ 3-6 പേരുടെ ലിസ്റ്റ് പുറത്തുവിടാൻ പറഞ്ഞു. എത്ര പേരുടെ ലിസ്റ്റ് വിട്ടാൽ മതി? ഒരു 10 പേരുടെ വിട്ടാൽ മതി. 10 വർഷമായില്ലേ? 10 വർഷമാകുമ്പോ ഒരു 100 പേരെങ്കിലും വിടും. 100 പേരുടെയെങ്കിലും ലിസ്റ്റ് കേന്ദ്രത്തിൽ തൊഴിൽ കിട്ടിയവരെ വിടണം എന്നുള്ളൊരു വെല്ലുവിളിയാണ് വെച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ. ശരി, എന്തിന്റെ പേരിലാണ് ഇവര് വോട്ട് ചോദിക്കാൻ പോകുന്നത്? അതെ, അതാണ് ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടല്ലോ, എന്താണ് ഈ മണ്ഡലത്തിൽ ഐസക്കിന് സാധ്യതയുണ്ടെന്നാണല്ലോ LDF പറയുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും അവരത് പറയണമല്ലോ. അത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ 15 വർഷമായിട്ട് 3 പ്രാവശ്യമായിട്ട് അദ്ദേഹം ഇവിടുത്തെ MP ആയിരുന്നു. 2009 അദ്ദേഹം ആദ്യം വരുന്നത്. അന്ന് മൻമോഹൻ സിംഗ് ആണ് കേന്ദ്രം ഭരിക്കുന്നത്, ഇപ്പൊ കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടിയുമാണ്. അന്ന് ഇവിടെ ഒരു വിമാനത്താവളം കൊണ്ടുവന്നു. ഇവര് രണ്ടുപേരൂടെ ചേർന്ന് അതിനെ അട്ടിമറിച്ചു. പിന്നെ 183 ഹൈവേ, അതായത് 183 നമ്പറാ, അത് ആൻഡോയുടെ കാലത്താണ് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ അത് അനുസരിച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 10 വർഷവും ND ആണ് ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് 3 വർഷത്തോളം കോവിഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്കിലും 85% MP ഫണ്ട് ചെലവാക്കിയ ഒരു വ്യക്തിയാണ്. 63 ബസ് സ്റ്റാൻഡുകൾ ഉണ്ടാക്കുക, ഇതാണോ ഒരു MPയുടെ പണി? ഇതിൽ പഞ്ചായത്ത് മെമ്പർ വിചാരിച്ച നടക്കുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാലും നടക്കും. MLA-മാരും പഞ്ചായത്ത് മെമ്പർമാരും വിചാരിക്കാതിരുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹം അത് ചെയ്യാൻ വന്നത്. അതാണ് MPയുടെ കാര്യത്തിൽ മറുപടി ഞാൻ പറഞ്ഞു. മനസ്സിലായി. അപ്പം നേരത്തെ പഴകുളം മധു, അനിൽ ചോദിച്ച വളരെ പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യത്തിന് തോമസ് ഐസക്കിന്റെ സാമ്പത്തിക ഭാവനയിൽ വിരിഞ്ഞതല്ലേ കേരളത്തിന്റെ വികസനം എന്നതാണ് ചോദിച്ചത്. എണ്ണി മറുപടി പറയാം. 2 മിനിറ്റ് ഞാൻ ഇടപെടില്ല. തോമസ് ഐസക് സ്വപ്നാടകനാണ്. അദ്ദേഹം ധനമന്ത്രി ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും സമ്പൂർണ്ണ പരാജയമായിരുന്നു. ഉമ്മൻചാണ്ടി 2016 പിണറായിയെ ഭരണം ഏൽപ്പിക്കുമ്പോൾ കേരളത്തിന്റെ ആ കടം EMSന്റെ കാലം മുതൽ 1,30,000 കോടി. തോമസ് ഐസക് ഒഴിഞ്ഞു പോയപ്പോൾ അത് 4.5 ലക്ഷം കോടിയായി മാറി. എത്ര മെട്രോ റെയിൽ കൊണ്ടുവന്നു, എത്ര വിമാനത്താവളം കൊണ്ടുവന്നു, എത്ര മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു, എന്തു കൊണ്ടുവന്നിട്ടാണ് ഈ കടം ഉണ്ടായത്? ഈ കടത്തിന്റെ മൊത്തം ഉത്തരവാദി ശ്രീ തോമസ് ഐസക്കാണ്. അദ്ദേഹത്തിന്റെ തിയറി ഉണ്ട്, കടം വാങ്ങി വികസനം, കടം വാങ്ങി അതിന് പലിശയില്ല, മുതലുമില്ല, മുഴുവൻ ഈ കേരളത്തിലെ സാധാരണക്കാരെ വഞ്ചിച്ചു, ചതിച്ചു. അവർക്ക് ജീവിതം നഷ്ടപ്പെട്ട സ്ഥിതിയിലെത്തി. 55 ലക്ഷം പേർക്കാണ് ഉമ്മൻചാണ്ടി പെൻഷൻ കൊടുത്തത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3 പെൻഷൻ വരെ ഓരോരുത്തർക്ക് വാങ്ങിക്കാൻ കഴിയുമായിരുന്നു. ആ പെൻഷനെ ഇവർ കൺസോളിഡേറ്റ് ചെയ്ത് ഒറ്റ പെൻഷനാക്കി. 8 മാസമായി പെൻഷൻ കിട്ടുന്നില്ല. എന്തിനാണ് അവന്മാർ ഭരിക്കുന്നത്? ഈ കേരളം ഭരിക്കുന്നത് എന്തിനാണ്? പാവങ്ങൾ, പട്ടിണിക്കാർ. അതുകൊണ്ടാണ് മറിയക്കുട്ടി പിച്ചച്ചട്ടിയുമായി തെരുവിറങ്ങിയത്. എന്തു ചെയ്തു ഇവരുടെ മന്ത്രി മറിയക്കുട്ടിയോട് പറഞ്ഞത് അമ്മയുടെ പ്രായമുണ്ട്, അല്ലെ ഞാൻ കാണിച്ചു തരാമെന്നാണ്. മറിയക്കുട്ടിയും പിച്ചച്ചട്ടിയും BJP കൊണ്ടുപോയി. ഇല്ല അവര് ഞങ്ങളുടെ അവര് പോട്ടതേ, അവര് ഏത് പാർട്ടിയിലും പൊട്ടോട്ടെ. അവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നമാണ്, ജനകീയ പ്രശ്നമാണ്, ലക്ഷങ്ങളുടെ പ്രശ്നമാണ്. സ്കൂളുകൾ നന്നാക്കിയെന്ന് പറയുന്നു. സ്കൂളുകൾ 96,000 കുട്ടികളാണ് പൊതുമേഖലാ സ്കൂളുകളിൽ നിന്ന് ഈ ഒറ്റ വർഷം കൊണ്ട് പൊഴിഞ്ഞു പോയത്. ഉത്തരം പറയണം. ആശുപത്രി നന്നാക്കി. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കോവിഡ് കാലത്ത് കാലഹരണപ്പെട്ട മരുന്നുകൾ വിറ്റ് 100 കണക്കിന് മനുഷ്യർ മരിച്ചു. ആരോഗ്യമന്ത്രിയുടെ ജില്ലയാണ് ഈ പത്തനംതിട്ട. ഞാൻ വിളിച്ചു ചോദിക്കുന്നു, ആരോഗ്യമന്ത്രിക്ക് ഉത്തരവുണ്ടോ? CAG റിപ്പോർട്ട് അതും പൊട്ടാതെ ഞാൻ വിടുകയാണ്. ഈ ജില്ലാ ആശുപത്രി ജില്ലയിൽ ജില്ലാ ആസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റ് ഉണ്ടായപ്പോ അദ്ദേഹത്തിന്റെ രോഗം ഗുരുതരമാണെന്ന് പറഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഞങ്ങളെല്ലാം വിഷമിച്ചു. ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്. പക്ഷെ സത്യം എന്ന് പറയോ, സ്കാനിംഗ് മെഷീൻ പോലും ഈ ആശുപത്രിയിൽ ഇല്ല. ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ, സ്വന്തം മണ്ഡലത്തിൽ അല്ല, ആരോഗ്യമന്ത്രിയുടെ ആന്റോ ആന്റണി ഇവിടെ തന്നെ അല്ലേ? ആന്റോ ആന്റണി എന്ന MPയുടെ ആ 17
17 കോടിയിൽ ഒരു 2 കോടി കൊടുത്ത ഒരു സ്കാനിംഗ് മെഷീൻ കിട്ടത്തില്ലായിരുന്നു. ഈ ആശുപത്രിയിൽ കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ കോവിഡ് കാലത്ത് ആന്റോണിന് കൊടുത്തു. എണ്ണി പറയാം, ഈ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ആശുപത്രികളിലും കോവിഡ് കാലത്ത് നിങ്ങൾ പറഞ്ഞല്ലോ ബസ് സ്റ്റാൻഡ് മാത്രമാണെന്ന്. ബസ് സ്റ്റാൻഡ് മാത്രമേ ഇവർ കാണുന്നുള്ളൂ. ഇവർക്ക് അത് മാത്രമേ കാണാൻ കണ്ണുള്ളൂ. 2 സെൻട്രൽ സ്കൂൾ ഇവിടെ കൊണ്ടുവന്നു ആന്റോണി. ഒരേ ഒരു മണ്ഡലത്തിൽ 2 സെൻട്രൽ സ്കൂൾ. 7 എംഎൽഎമാർ ഇവിടെ ഉണ്ട്. ഒരു എന്തുകൊണ്ടു ഇവർ ഒരു മൂത്രപ്പുര പോലെ കൊണ്ടുവരാൻ മറ്റേ എംഎൽഎ കഴിഞ്ഞില്ല. ബിജു മാത്യു, ഇതാ നോക്കൂ, ദേശീയപാതയുടെ കാര്യമാണെങ്കിലും ശരി, സ്കൂളുകൾ തുറന്നതാണെങ്കിലും ശരി, ഇതെല്ലാം നേട്ടമായി LDF പറയുന്നു. എന്താണ് BJPക്ക് നേട്ടമായി അവതരിപ്പിക്കാനുള്ളത്? വികസനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ, ഈ ഘട്ടത്തിൽ നമ്മൾ ഡെവലപ്മെന്റ് ആണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ, വികസനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ, പത്തനംതിട്ട മണ്ഡലത്തിൽ എന്ത് വികസനത്തെക്കുറിച്ചാണ് നിങ്ങൾ ഇനി പറയാൻ പോകുന്നത്? ഇടതുപക്ഷം കൊണ്ടുവരാത്ത എന്ത് വികസനം? പറഞ്ഞു ഓഡിയൻസോട് റിയാക്ട് ചെയ്യില്ല, അവർക്ക് മൈക്കില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കാണ് പ്രധാനമന്ത്രി ആദ്യം ലക്ഷ്യം വെച്ചത്. പറഞ്ഞോ, അതാണ് അവര് പല രീതിയിലും ഭയപ്പെടുത്താൻ നോക്കും. ഭയക്കരുത്. ഭയം എന്ന് പറഞ്ഞ ഒരു കാര്യമേ ഇല്ല. അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം വികസന പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഇവിടെ പ്രാവർത്തികമാക്കി. പറഞ്ഞോ. അത് ശ്രദ്ധിക്കരുത്. അതാണ് ഈ ചർച്ചയുടെ ഒരു തന്ത്രം. അതാണ് സാർ മൈക്കിൽ ശ്രദ്ധിച്ചാൽ മതി. മൈക്കിൽ ശ്രദ്ധിച്ച് നേരെ ക്യാമറയ്ക്ക് പറയൂ. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ധാരാളം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ശൗചാലയങ്ങൾ മുതൽ, വീടുകൾ മുതൽ, പെൻഷൻ മുതൽ, ഗ്യാസ് മുതൽ, കർഷകർക്കുള്ള അല്ല അത് ബിജു പറഞ്ഞു വരുന്നതിൽ ഒരു പ്രശ്നമുള്ളത്, കേരളത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ പണം കൊടുത്ത് ശൗചാലയം ഉണ്ടാക്കേണ്ടി വരുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നോ? അതെ, കേരളത്തിൽ അതില്ല. അതുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടി വന്നത്. കേരളത്തിൽ അതില്ല. അല്ല, കേരളത്തിൽ അതിന്റെ ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് നടത്തിയത്. അത്തരം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ പദ്ധതികൾ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. അപ്പം ഡീസലിന്റെയും ഗ്യാസിന്റെയും വില പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ വില പോവോ? ഇല്ല. ഡീസലിന്റെയും ഗ്യാസിന്റെയും കാര്യം പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ഇപ്പൊ കാസർഗോഡ് ചെന്നിട്ട് ഡീസലും പെട്രോളും അടിച്ചിട്ട് തൊട്ടടുത്തോട്ടുള്ള കർണാടകയിലേക്കോ മാഹിയിലേക്കോ പോകും. മാഹിയിലോ ചെല്ലുമ്പോ അതിന്റെ വില വ്യത്യാസം അറിയാം. ഈ ഏറ്റവും അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പെട്രോളിനും ഡീസലിനും വിലയുള്ളത് കേരളത്തിൽ മാത്രമാണ് സാറേ. മാത്രമാ ഉള്ളത് സംസ്ഥാന സർക്കാരിന്റെ സെസ്. ഞാനത് പറഞ്ഞപ്പോ ഇച്ചിരി മുമ്പേ പറഞ്ഞല്ലോ, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ടും ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 2009 മുതൽ 5 വർഷക്കാലവും ആന്റോ ആന്റണി ഇവിടുത്തെ MP ആയിരുന്നു. എന്ത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തി? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു ചോദ്യം തിരിച്ച് 2014 മോദി സർക്കാർ, നമ്മുടെ മൻമോഹൻ സിംഗ് സർക്കാർ പോകുമ്പോൾ $105 ആയിരുന്നു ഒരു ബാരലിന്. അവിടെ 55 രൂപയായിരുന്നു ഡീസലിന്. ഇന്ന് 86 രൂപയാണ് ഇന്നത്തെ ദിവസം ക്രൂഡ് ഓയിലിന്റെ വില. ഇന്ന് ഡീസലിന്റെ വില 97 രൂപയാണ്. 55 നിന്ന് 47. ക്രൂഡ് ഓയിലിന്റെ വില താഴുമ്പോൾ ഇവിടുത്തെ വില കുതിക്കുന്നു. എന്തുകൊണ്ടാണ് സാർ? എന്തുകൊണ്ടാണ്? വളരെ ലളിതമായി പറയൂ, എന്തുകൊണ്ടാണ്? വിദേശ വിപണിയുമായി ബന്ധപ്പെട്ട ആ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞോ. ഒറ്റ ചോദ്യം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങ് പറഞ്ഞോ. പറയട്ടെ അദ്ദേഹം പറഞ്ഞോളൂ. മറുപടി ഉണ്ടെങ്കിൽ പറയാം. വിദേശ വിപണിയുമായി ബന്ധപ്പെട്ടാണ് ക്രൂഡ് ഓയിലിന്റെ വില നിശ്ചയിക്കുന്നത്. അതാണ് ഡോളർ. ഞാൻ $2 പറഞ്ഞത്, ഇന്ത്യൻ റുപ്പി അല്ല. $105 2014. ഇപ്പോൾ അത് കുറഞ്ഞ് $87 ആയി അന്താരാഷ്ട്ര വിപണിയിൽ. പക്ഷേ ഇന്ത്യൻ രൂപയിൽ 55 രൂപ ഉണ്ടായിരുന്നത് 97 രൂപയായി. എന്തുകൊണ്ട്? ടാക്സ് ഇതുമായി ബന്ധപ്പെട്ട് കൂടിയിട്ടുള്ളതുകൊണ്ട്. ടാക്സ് അതൊന്നുമല്ല, കാര്യം പോയി. പാലിൽ പറഞ്ഞോട്ടെ. ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തോമസ് ഐസക് ഇവിടുത്തെ MP ആവുകയും കിബിയിലൂടെ ഇപ്പൊ പണം അനുഭവിച്ചനുസരിച്ച് എരുമേലി വിമാനത്താവളം ഈ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കുകയും എരുമേലി വിമാനത്താവളം അതായത് 10 കൊല്ലമായി അധികാരത്തിലേറിയ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ ശബരിമലയെക്കുറിച്ച് നിലവിളിക്കുന്നുണ്ടെങ്കിലും ശബരി റെയിൽവേ ഇവിടെ നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിന് കേരളത്തിന് വാഗ്ദാനം നൽകുന്നു. എരുമേലി വിമാനത്താവളത്തിന് മുഴുവൻ പണവും കേരള സർക്കാരിന്റെ പണം, കിബിയുടെ പണം. ആ കിബിയെ കുറിച്ച് കോൺഗ്രസുകാർ അപമാനകരമായ കാര്യങ്ങൾ പറഞ്ഞു കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ട പഴകുളം മധുവിനെ എരുമേലി വിമാനത്താവളത്തിൽ നിന്ന് ഞങ്ങൾ ഡൽഹിക്ക് കൊണ്ടുപോകും,
വിമാനത്താവളത്തിന് വിമാനത്തെ കയറ്റി ഡൽഹിക്ക് കൊണ്ടുപോകും. അതാണ് ഞങ്ങളുടെ വാഗ്ദാനം. മറ്റൊന്ന് പറയട്ടെ മറ്റൊരു കാര്യം പറയാം. ഇവിടെ അദ്ദേഹം പറഞ്ഞു കേരളത്തിന് കടമുണ്ടായെന്ന്. ബഹുമാനപ്പെട്ട കോൺഗ്രസ്സുകാര് നരേന്ദ്രമോദിക്ക് വേണ്ടി വെള്ളം കോരുന്നവരായി തീരുന്നതിന് ഞാൻ വളരെ വളരെ സങ്കടപ്പെടുക. അതിന് കാരണം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഇന്ത്യയുടെ കടം 55 ലക്ഷം കോടി. 10 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ കടം 166 ലക്ഷം കോടി. ഇത് കപിൽ സിബല് പാർലമെന്റിൽ പറഞ്ഞു. ആ കണക്കറിയാവുന്ന ബഹുമാനപ്പെട്ട കോൺഗ്രസുകാർ ഈ 166 ലക്ഷം കോടി രൂപ വരുത്തിയ നരേന്ദ്രമോദിയെ കുറിച്ച് മിണ്ടത്തില്ല, നിർമ്മലാ സീതാരാമനെ കുറിച്ച് മിണ്ടത്തില്ല. ആകെ 3% കടം മാത്രം എടുക്കാൻ അവകാശപ്പെട്ട കേരളത്തെ കുറിച്ച് കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുകയുള്ളൂ. ഇതാണ് അർത്ഥം. എന്താണ് ഇതാണ് അർത്ഥം? ഇതൊരു നറേറ്റീവാണ്. ഒരു കാര്യം നറേറ്റീവാണ്. നറേറ്റീവ് എന്താണ്? ഒന്ന്, ഒരു ധനകാര്യമന്ത്രിക്കും 3% അല്ലെങ്കിൽ ഇപ്പോൾ 3.5%, അതിനപ്പുറം കടമെടുക്കാനാവില്ല. ഉമ്മൻചാണ്ടി എടുത്ത കടകാലത്തെ 3% അല്ലാതെ ഇന്ന് തോമസ് ഐസക്കിനും ബാലഗോപാലിനും കടമെടുക്കാനാവില്ല. അപ്പോൾ അധികമായി കടമെടുത്തു എന്ന് അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളം. എന്നാൽ തുക കൂടി പറയുന്നത് ശരിയാണ്. തുക കൂടി. എന്താണ് കൂടി? അദ്ദേഹം പറഞ്ഞു 4.5 ലക്ഷം കോടി. അത് കള്ളമാണ്. യഥാർത്ഥ കടം എത്രയാണ്? 4,02,000 കോടി. അത് സത്യമാണ്. 48,000 കോടിയുടെ വ്യത്യാസമേ ഉള്ളൂ. അത്ര വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസമല്ല. 48,000 കോടി വലിയ വ്യത്യാസമല്ല, വലിയ വ്യത്യാസമാണ്. 4,02,000 കോടിയേ ഉള്ളൂ. പക്ഷെ പ്രശ്നം എന്താണ്? ഉമ്മൻചാണ്ടി കാലത്ത് കേരളം എത്രത്തോളം വികസിച്ചോ GDP ഗ്രോത്ത്, അതിന്റെ 2.5 ഇരട്ടി കേരളം വളർന്നിരിക്കുന്നു. ഇന്ന് കേരളത്തിന്റെ GDP ഗ്രോത്ത് 13.5 ലക്ഷം കോടി രൂപയിലേക്ക് കേരളം വളർന്നിരിക്കുന്നു. GDP ഗ്രോത്ത്. ആ GDP ഗ്രോത്തിന്റെ 3% കടമെടുക്കാം. പക്ഷേ എന്നിട്ടും വാഗ്ദാനം ചെയ്ത പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ സർക്കാരിന്. പറയുന്നത് നിങ്ങളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി. ആ ബഡ്ജറ്റ് ഉണ്ടാക്കി അതിന്റെ ഭാഗമായി നമ്മൾ വ്യവസ്ഥയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ബഡ്ജറ്റിനിടയെ കൊണ്ടൊന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി എടുക്കാനുള്ള അവകാശം ഇടയ്ക്ക് വെച്ച് മുറിച്ചാൽ തടസ്സങ്ങൾ വരും. സപ്ലൈക്ക് തടസ്സം നേരിട്ടു. സപ്ലൈക്ക് തടസ്സം നേരിട്ടെന്ന് മാത്രമല്ല, സപ്ലൈകോയെ തകർക്കാൻ 2,000 കോടി രൂപ ഈ നരേന്ദ്രമോദി തരാനുള്ള പണം തന്നില്ല എന്ന് മാത്രമല്ല കിട്ടാനില്ല എന്ന് കോൺഗ്രസ് കള്ളം പറഞ്ഞു. മറുപടി പറയണം. പഴകുളം മധു മറുപടി പറയണം. വോട്ടർമാർക്കും പറയാനുണ്ട്. സപ്ലൈകോയിലെ ഒളിഞ്ഞ റാക്കുകൾ കാണുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യുമെന്നതാണ് ചോദ്യം. പത്തനംതിട്ട പാർലമെന്റിൽ ഈ വർഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1.5 ലക്ഷം പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോമസ് ഐസക് വിജയിച്ചിരിക്കും. എന്തുകൊണ്ട്? അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 15 വർഷക്കാലമായി പത്തനംതിട്ട പാർലമെന്റിൽ MP ആയിരിക്കുന്ന ആന്റണിയുടെ പ്രവർത്തന ശൈലി കൊണ്ട് അദ്ദേഹം പത്തനംതിട്ടയിൽ പാർലമെന്റിൽ എന്താണ് ചെയ്തത്? മരണ വീടുകളിലും വിവാഹ വീടുകളിലും പോകുന്ന അല്ലാതെ കുറച്ച് ചെയ്യുന്ന കാര്യമല്ലേ? അന്നല്ലാതെ ചുരുക്കം കാര്യമല്ലാതെ അദ്ദേഹം പത്തനംതിട്ട പാർലമെന്റിൽ എന്താണ് ചെയ്തത്? ചുരുക്കം ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ട്. ചുരുക്കം വളരെ പറഞ്ഞല്ലോ. ഹൈമാസ് ലൈറ്റും 1-2 ബസ്സുകൾ പോലും നിർത്താത്ത ബസ് സ്റ്റോപ്പുകള് അല്ലാതെ കുറച്ച് 1-2 കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നല്ലാതെ അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയമാണ്. അല്ലാതെ ആന്റണി കൊണ്ടുവന്ന കേന്ദ്രീയ വിദ്യാലയം അല്ല. അപ്പോ സംഭവം ആന്റണിക്ക് അനുകൂലമാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, ആന്റണിക്ക് അനുകൂലമായിട്ട് തന്നെ വരുന്നുള്ളൂ. 2 കാര്യങ്ങളാണ്. ഒന്ന്, ദേശീയ തലത്തില് മാക്സിമം BJP സീറ്റ് പിടിച്ചു കഴിഞ്ഞു നോർത്തേൺ സ്റ്റേറ്റുകളിലെല്ലാം. തീർച്ചയായിട്ടും അത് കുറയത്തേ ഉള്ളൂ. അതിന്റെ വെപ്രാളമാണ് ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ പറയുന്ന നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ കൂടെ വരുന്നത്. പൈസ ഇല്ലെന്നാണ് VD സതീശൻ പറയുന്നത്. അല്ല, അത് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് ഞങ്ങൾ ചെയ്തുകൊള്ളും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇന്നലെ പണ്ട് ഈ ഡിവൈഎഫ്ഐക്കാര് പിരിച്ചതിനെ കുറ്റം പറഞ്ഞ ആൾക്കാരാ. അല്ലല്ല, ഡിവൈഎഫ്ഐക്കാർ പിരിവെന്ന് ആക്ഷേപിച്ചു. അതിന് കണക്കില്ലല്ലോ. ബക്കറ്റ് പിരിക്കുന്നതിന് കണക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് അതിനെ കുറിച്ച് ആക്ഷേപിച്ചത്. ഇനി ഒന്നുകൂടെ പറയാം. ഈ പറയുന്ന ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏതാണ്ട് 136 സീറ്റുകളുണ്ട് ദക്ഷിണേന്ത്യയിൽ. ഇതിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിന് ഇപ്പൊ ഞങ്ങളെ ചീത്ത പറയുന്ന ഇവരുൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യം ഭൂരിപക്ഷം സീറ്റുകൾ നേടുകയും മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ബീഹാർ, ഉത്തർപ്രദേശ് ഇവിടെ നിന്നെല്ലാം നേടിക്കൊണ്ടുവന്ന് 2004 ആവർത്തിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ നിന്ന് ഒരു LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന്
2004 അതെങ്ങനെയാ പറയുന്നത്? 2004 അല്ലല്ല, അതെങ്ങനെയാ? 2004 2004 ദേശീയ തലത്തിൽ ആവർത്തിക്കും. അല്ല, ദേശീയ തലത്തിൽ ആവർത്തിക്കത്തുള്ളൂ. അന്ന് ഇവിടെ നിന്ന് പോയത് UDF ന്റെ ആളാ. 18 LDF എംപിമാരായിരുന്നു കേരളത്തിൽ. അല്ല, ഞാൻ പറയുന്നത് 2004 ആവർത്തിക്കുന്നത് ദേശീയ തലത്തിലാണ്. ഇവിടെ കേരളത്തിൽ പേടിച്ചുപോയി. ഭയക്കരുത്. നിങ്ങളെ പോലുള്ള മാധ്യമ അല്ല, പ്രവർത്തകർ താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനെ നേതാവ് വന്നിട്ട് 2004 ആവർത്തിക്കുമെന്ന് പറയുമ്പോ എനിക്ക് ടെൻഷൻ വരും. ഞാൻ പറഞ്ഞു വന്നല്ലോ, തെക്കേ ഇന്ത്യയിലെ കാര്യവും വടക്കേ ഇന്ത്യയിലെ കാര്യവും എല്ലാം പറഞ്ഞു വന്നത്. ഒറ്റ കാര്യം, ഒന്നുകൂടെ, സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ 7 വർഷം അല്ലെ 8 വർഷത്തെ ഭരണം ജനം വിലയിരുത്തി അതിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. അത് പത്തനംതിട്ടയിൽ ആദ്യം 2009 എന്താണോ ആന്റോ ആന്റണിക്ക് ഭൂരിപക്ഷം അതിന് മേളിൽ ഒറ്റ കാര്യം, മൈക്ക് പിടിക്കല്ലേ സാറേ, പറഞ്ഞോ. ഇപ്പൊ BJPയുടെ ആള് പറഞ്ഞു 50 രൂപയ്ക്ക് കാസർഗോഡ് കൊടുക്കുന്നുണ്ടോ പെട്രോള്? എന്ത് പറഞ്ഞാണ് അധികാരത്തിൽ വന്നേ? അല്ലല്ല, എന്തു പറഞ്ഞാണ് അധികാരത്തിൽ വന്നേ? 50 രൂപയുടെ ഡീസലും 15 ലക്ഷം രൂപ അക്കൗണ്ടിലും. ഈ 15 ലക്ഷം രൂപ എന്തിയേ? പല ചർച്ചയിലേക്കട്ടെ, ബിജു അവസാനം പറയാം. ഒരു നിമിഷം. ഇനി ഇവിടെ ഒരു സഖാവ് പ്രതികരിക്കുന്നുണ്ടല്ലോ, എന്താ പറഞ്ഞാട്ടെ, എന്താ? പത്തനംതിട്ടയിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ സഖാവ് തോമസ് ഐസക് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. എന്താ അതിനുള്ള ആത്മവിശ്വാസം? കാരണം ഈ കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സ്വപ്നം തകർത്ത ഒരു MP ആണ് കഴിഞ്ഞ 15 വർഷക്കാലം പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നത്തിനും കൃത്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടലും കോവിഡ് കാലത്ത് MPയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലേ? കോവിഡ് കാലത്ത് ഇതുവഴി നടന്നതല്ലാതെ അദ്ദേഹം അങ്ങനെ നടന്നുകൂടി ഈ ആളുകളെ ബുദ്ധിച്ചിട്ടുള്ള ആളാ. അപ്പൊ അത്തരത്തിൽ ഈ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം, പ്രത്യേകിച്ച് നമുക്കറിയാം വന്യമൃഗ ശല്യം ഏറെ രൂക്ഷമായിട്ടുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. അത് വനംവകുപ്പ് മന്ത്രിയല്ലേ കൈകാര്യം ചെയ്യേണ്ടത്? അത് കേന്ദ്രത്തിന്റെ വന നിയമം തിരുത്തേണ്ടതാണ്. ഇവിടെ പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്ന് പോലും ഇന്ത്യൻ പാർലമെന്റിൽ ഒരു അക്ഷരം ഉന്നയിക്കാത്ത ആളാണ് ഇവിടുത്തെ MP എന്നുള്ള കാര്യം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. കർഷകർ വോട്ട് ചെയ്യുന്നത് ആർക്കായിരിക്കും? തോമസ് ഐസക്കിനായിരിക്കും. 100% കർഷകരും ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. അദ്ദേഹം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ചെല്ലുമെന്ന്. ഇടതുപക്ഷം ജയിക്കുമെന്നാണ് പറയുന്നത്. പറഞ്ഞു സാറ് മുമ്പ് ചോദിച്ചൊരു ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാനുള്ളത്. കേന്ദ്ര സർക്കാർ ഫണ്ട് തരുന്നില്ല എന്നല്ലേ സാറ് പറയുന്നേ? നേരത്തെ കേന്ദ്ര സർക്കാർ തന്ന ഫണ്ട് കൃത്യമായ കണക്ക് ഇവിടുന്ന് കൊടുത്തോ? സ്റ്റേറ്റിൽ നിന്ന് കൊടുത്തോ? ഇല്ലല്ലോ, ഒരിക്കലും കണക്ക് കൊടുത്തില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ മക്കൾക്ക് 100 രൂപ കൊടുത്തു വിട്ടാൽ അത് നീ എങ്ങനെ ചെലവാക്കിയെന്ന് ചോദിക്കും. വ്യക്തിപരം നല്ല വസ്തുനിഷ്ഠമായി കറക്റ്റ് ആയിട്ടുള്ള ചെലവാക്കൽ മാത്രമാണെങ്കിലേ വീണ്ടും ഒരു 100 രൂപ കൊടുക്കൂ. അതാണ് സ്റ്റേറ്റിന് പറ്റിയത്. കൊടുത്ത പൈസ എല്ലാം വകം മാറ്റി ചെലവഴിക്കും. ആ കണക്ക് കൊടുത്തില്ലെങ്കിൽ അവരെ പട്ടിണി കിടൂ. മോദി സർക്കാർ ഇന്ത്യ മഹാരാജ്യത്തെ മതേതര രാഷ്ട്രമായിട്ട് കണ്ട് 3 മതങ്ങളെ ഒരേ കയ്യില് ചേർത്ത് പിടിച്ച് ഭരിക്കുന്ന ഒരു സർക്കാരാ. അതിന് ഒരു സംശയവുമില്ല. മറുപടി ഒറ്റ. നമുക്ക് എല്ലാവർക്കും 45 സെക്കൻഡ്സ് വീതേ ഉള്ളൂ കേട്ടോ. ഒരു കാര്യം ഉറപ്പാണ്, മലയാളികൾ ജോലിയെടുത്ത് കേന്ദ്രം പിരിച്ചുകൊണ്ട് വരുന്ന നികുതി 1 രൂപ അങ്ങോട്ട് കൊടുത്താൽ 25 പൈസയെ നമുക്ക് കിട്ടുള്ളൂ. യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിന് 2.25 രൂപ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മലയാളിക്ക് അവകാശപ്പെട്ടത് പിടിച്ചു വാങ്ങാൻ ഡോക്ടർ തോമസ് ഐസക് പാർലമെന്റിലേക്ക് പോകണം. പീഡനകാലമാണ്, ഇന്ത്യയുടെ പീഡനകാലമാണ്. പീഡനകാലത്ത് നിന്നും ഉയിർപ്പിന്റെ നാളായ ഈസ്റ്റർ ദിനത്തിൽ ഈ പത്തനംതിട്ടയിൽ മതനിരപേക്ഷ കേരളം ഇന്ത്യക്ക് വേണ്ടി ഒരു പോരാട്ടത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിന് വിജയമുദ്ര ചാർത്തും. ഇതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു സംശയവും വേണ്ട, ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കൊപ്പം പത്തനംതിട്ടയിൽ നിന്നും പത്തനംതിട്ടയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യങ്ങളാകാൻ അനിൽ കെ ആന്റണി വിജയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം കൂടെ, മതനിരപേക്ഷതയെ കുറിച്ച് പറഞ്ഞപ്പം അങ്ങ് കോഴിക്കോട്ട് ഇടതുപക്ഷക്കാരൻ ഹമാസിന് അനുകൂലമായ പ്രകടനം നടത്തിയപ്പം അതിനകത്ത് ജോസ് കെ മാണിയെ പങ്കെടുപ്പിച്ചില്ല. അതാ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ ഉദാഹരണം. കോഴിക്കോട്ട് ഹമാസ് അനുകൂല പരിപാടി നടത്തിയപ്പോൾ അതിനകത്ത് വസ്തുതാവിരുദ്ധമാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യക്രിസ്തുവായിരിക്കുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഈ ഭരണത്തിൽ തന്നെ ബംഗാളും ത്രിപുരയും പോലെ കേരളവും ആവർത്തിക്കും. ആന്റോ ആന്റണി 1.5 ലക്ഷത്തിൽ, ഞാൻ പറയുന്നത് കേട്ടോളൂ, 1.5 ലക്ഷം വോട്ടിന്റെ ജയിക്കും. ഡൽഹിയിൽ UPA മാതൃകയിൽ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കും. കേരളത്തിൽ ജനങ്ങളെ കബളിപ്പിച്ച് റിയാസ്
അബ്ബാസ് മൗലവി എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച മനുഷ്യന്റെ കൊലപാതകത്തിൽ RSSന് കൂട്ടുനിന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ജനങ്ങൾ തോൽപ്പിക്കും. ഒരു സംശയം വേണ്ട. എവരുടെ വഞ്ചന, എവരുടെ ചതി, എവരുടെ ചതി, എവരുടെ വഞ്ചന, എവരുടെ BJP-യുമായുള്ള കൂട്ടുകളി, മോദി ഭയം, പത്തനംതിട്ടയ്ക്ക് പറയാനും പത്തനംതിട്ടയ്ക്ക് കേൾക്കാനും ഇനിയും ചോദ്യങ്ങളുണ്ട്. വരുന്ന മൂന്നാമത്തെ റൗണ്ടിൽ കുരുക്ഷേത്രം ചർച്ച ചെയ്യുന്നതും മണ്ഡലത്തിൽ എന്തു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്നാണ്. കുരുക്ഷേത്രം സമാപിക്കുന്നു. പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും നാളെ നമ്മൾ കണ്ടുമുട്ടും. കൊല്ലം മണ്ഡലത്തിൽ നിന്നും നാളെ റിപ്പോർട്ട് കുരുക്ഷേത്രം തത്സമയം വൈകുന്നേരം 6:55. ഗുഡ് നൈറ്റ്, ഹാപ്പി ഈസ്റ്റർ.